മാതസ്ത്വച്ചരണാരവിന്ദവിഗളന്മാധ്വീകണാസ്വാദനപ്രോദ്യത്പുണ്യധുതാഖിലാശുഭതതി ശംഭോ കടാക്ഷഞ്ജിത ശ്രീകൃഷ്ണാഘ്രിസരോജഹംസനികരൈः സാകം തദീയാം കഥാമാസേവേ ശബരീഗിരീശകൃപയാ തത്തുല്യയാ ഭദ്രയാ ജഗദംബികായൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ആദ്യമായി ചൊല്ലിയ ഒരു ശ്ലോകം അമ്മയോടുള്ളൊരു പ്രാർത്ഥനയാണ്. സജ്ജനങ്ങളൊത്തിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണാഘ്രിസരോജഹംസനികരൈः സാകം തദീയാം കഥാമാസേവേ ശബരീഗിരീശകൃപയാ തത്തുല്യയാ ഭദ്രയാ. സജ്ജന സമക്ഷത്തിൽ ശ്രീകൃഷ്ണ കഥകൾ ധാരാളമായിട്ട് ആസ്വദിക്കുവാനുള്ള ഒരനുഗ്രഹം തരണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകം. നമ്മളിപ്പോൾ അമ്മയുടെ പാദാന്തികത്തിലാണല്ലോ. ഇപ്പം ഈ അമ്മയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാം കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാനുള്ളതായിരിക്കുന്നൊരു ഹൃദയം. അതാണ് മാതൃഹൃദയം. അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് കുട്ടികളോട് അലിയും തോന്നുന്നില്ല. നല്ല മഴ പെയ്യുന്ന അവസരത്തിൽ കുട്ടികൾ മുറ്റത്ത് ചളിയിലും വെള്ളത്തിലുമൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിലേ അമ്മ നിനക്ക് ഒന്ന് അവനങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നൂടെ എന്ന് അമ്മയോടാണ് ചോദിക്കുക അച്ഛൻ. അദ്ദേഹം പോയാൽ എടുക്കാൻ പറ്റില്ലേ? പറ്റാനായിട്ടല്ല, കൊള്ളുകയാണെങ്കിൽ കൊള്ളട്ടെ. അമ്മയാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദി. ഇതേപോലെ നമുക്ക് എന്തെന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അത് മുഴുവൻ നേരെയാക്കിയിട്ട് ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കാനുള്ളതായിരിക്കുന്നൊരു അവസരം ജഗദംബിക സൃഷ്ടിച്ചു തരും എന്നതാണ് അമ്മയുടെ പ്രത്യേകത. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഏത് കഥകൾ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവതിയാണ് ആദ്യമായിട്ട് ആരാധിക്കുക. ഗോപസ്ത്രീകൾ അമ്മയോടാണ് പ്രാർത്ഥിച്ചത്, ഭഗവാനെ എൻ്റെ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമ. ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന് സേവിക്കാൻ. അവരെല്ലാവരും ഞങ്ങൾക്ക് അവിടുത്തെ ഗുരുവായൂരപ്പനെ കിട്ടണം എന്നല്ല അവർ പ്രാർത്ഥിച്ചത്. പതിം മേ ഗുരു. മേ എന്ന് പറഞ്ഞാൽ ഏകവചനാണ്. എൻ്റെ സ്വന്തമായിട്ട്
അമ്മയെ കിട്ടണം, ഗുരുവായൂരപ്പനെ കിട്ടണം. അതിന് അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് നമ്മുടെ ജഗദംബികയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എപ്പോഴും ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാലേ ഗുരുവായൂർക്കാരുടെ ഭഗവാനെന്ന് നമ്മളാരും പ്രാർത്ഥിക്കാറില്ലേവോ? എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥിക്കുക. അതേമാതിരി ഇപ്പോൾ അവിടെ അമ്മയുടെ മുമ്പിൽ വന്നാൽ കോങ്ങാട്ടുകാരുടെ അമ്മയെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നമ്മുടെയൊക്കെ സ്വന്തം അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്നത് ആരാ? അമ്മയല്ല. ആ അനുഗ്രഹ രൂപത്തിൽ നമ്മളുടെയൊക്കെ മുമ്പിൽ എത്തുന്നത് സാക്ഷാൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ്. കാത്യായനി പൂജക്കാരികളുടെ മുമ്പിൽ ജഗദംബികയെ സേവിച്ച അവസരത്തിൽ അവരുടെ മുമ്പിൽ എത്തിയതാരാ? ഭഗവാനാണ്. എന്നിട്ട് എത്രയെങ്കിലും സംസാരിച്ചു? ഒന്നും സംസാരിച്ചില്ല. സ്മിതമേവ ദത്തവൻ, ഒന്ന് പുഞ്ചിരിക്കുക മാത്രം. ആ പുഞ്ചിരിക്ക് എത്ര വലുതായിരിക്കുന്ന അർത്ഥമാണെന്നുണ്ടായിരുന്നത് എന്ന് പിന്നീടാണ് അവർക്കൊക്കെ മനസ്സിലായുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കും ആ ഭഗവതിയുടെ ചരണാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഭഗവാനെ സ്വന്തമായി കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ചുരുങ്ങി ഒന്ന് അനുസ്മരിക്കാം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം ഇതി സുവിദിതവേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം. ജനഹിതത്തിനായിക്കൊണ്ട് ഭഗവാൻ ഇന്നും വൈകുണ്ഠത്തിലേക്ക് പോവാതെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് അവിടെ ഇരിക്കുന്നു. ആര്? കപിലവാസുദേവർ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് അനുസ്മരിച്ചത്. 15-ാം ദശകത്തിൻ്റെ അവസാനത്തിൽ അവിടെ പ്രയോഗിച്ചൊരു പദം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനഹിതാർത്ഥം വർത്തസേ, ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ ഇന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ ഹിതവും പ്രിയവും രണ്ടും രണ്ടാണ്. സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യതുപഥ്യസ്യ വക്താ ശ്രോതാ ച ദുർലഭ. ഹിതവും പഥ്യവും ഒന്നാണ്. ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഏറ്റവും ഭാവി ശ്രേയസ്സിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യങ്ങളാണ് ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികളൊന്ന് നന്നായി പഠിക്കണം കേട്ടോ എന്ന് അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും കൂടി രസാവില്ല. പക്ഷേ ഈ പഠിത്തത്തിൻ്റെ ലക്ഷ്യം ഉയർന്ന മാർക്കോട് കൂടിയിട്ട് പാസ്സാവുക എന്നുള്ളതാണ് എന്ന് ഇവർക്ക് നിശ്ചയമുള്ളത് കൊണ്ട് അവരെ അതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടും. കുട്ടികൾക്ക് നിവൃത്തിയില്ലാതെ അത് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ അവിടെ കുട്ടികൾക്കത് അത്രയും കൂടി രോചകമായി തീരില്ല. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ കണ്ടുകൊണ്ടിരിക്കണം. അതാണ് അവരുടെ ഏറ്റവും അധികം ഇഷ്ടം. അത് പ്രിയമാണ് അവർക്ക്. എന്നുവെച്ചാൽ താൽക്കാലികം അവരുടെ താൽക്കാലികമായിട്ട് അവരുടെ ശ്രേയസ്സിന് ഉതകുന്നതാണ്. ഭാവിയിലേക്ക് അത്ര തന്നെ അതങ്ങോട്ട് ശ്രേയസ്സിന് ഉതകില്ല. അതാണ് ഹിതവും അതുപോലെ പ്രിയവും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം. ഇവിടെ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ, ജനങ്ങളുടെ ഹിതത്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇന്നും വടക്ക് പ്രാഗുദീച്യം, കിഴക്ക് വടക്ക് ഭാഗത്ത് ശോഭിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയണു. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഭഗവാനെ സേവിക്കലാണ് നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കർത്തവ്യം. അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഗരുഡൻ എത്രയോ ഉയരത്തിൽ പറക്കാറുണ്ടല്ലേ എന്ന് വിചാരിച്ച് സാധാരണ പക്ഷികൾ പറക്കാതിരിക്കാറുണ്ടോ? അവരുടെ ചിറകൻ്റെ ശക്തിക്കനുസരിച്ച് അവർ ഉയർന്ന് മേൽപോട്ട് പറക്കും. ഇതേമാതിരി
മഹദ്വ്യക്തികളൊക്കെ ഭഗവാനെ അങ്ങേയറ്റം വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത്രയൊന്നും ബുദ്ധിവികാസമില്ല എന്നുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും അവരവരുടെ ശക്തിക്കനുസരിച്ച് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുക. നഭപതന്ത്യ ആത്മസമം പതത്രിണ. അപ്പോൾ അവരവരുടെ ചിറക് എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനവൈരാഗ്യങ്ങൾ, അവരവർക്ക് എത്ര കണ്ട് ജ്ഞാനവും വൈരാഗ്യവും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് ഭഗവാനെ സേവിക്കണം. ഈ അസുലഭമായിരിക്കുന്ന മനുഷ്യജന്മം ഇത് കിട്ടിയിട്ട് ഇതിൻ്റെ പരമലക്ഷ്യം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ ഇഷ്ടം പോലെ ജന്മമുണ്ടല്ലേ? തിന്നാമുറങ്ങാം പൊരുതാം പുളയ്ക്കാം പന്നിക്കുകൂടി ഭുവനത്തിലേറ്റം. എന്നാൽ മുകുന്ദൻ്റെ പദാരവിന്ദം നന്ദിടുവാൻ ശക്തി നരന്നു മാത്രം. ഭഗവാനെ സേവിക്കാനുള്ളതായിരിക്കുന്ന ഒരു സൗകര്യം ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ എന്ന് ഉറക്കെ ജപിക്കാനുള്ളതായിരിക്കുന്ന ഒരു സൗകര്യം, അതിന് പാകത്തിലുള്ളതായിരിക്കുന്ന ഒരു ജന്മം ആണ് ഈ മനുഷ്യജന്മം. അപ്പം അങ്ങനെ ഇത്രയും അസുലഭമായിരിക്കുന്ന ഈ മനുഷ്യജന്മം സിദ്ധിച്ചിട്ട് ഇനി മറ്റു വിഷയസുഖങ്ങൾ അനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം. കപിലവാസുദേവർ ആ അമ്മയോടുള്ളതായിരിക്കുന്ന അതിയായ കാരുണ്യം ഹേതുവായിട്ട് ദേവഹൂതി ദേവി, ദേവഹൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രനായിരിക്കുന്ന സ്വയംഭൂമനു, അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപാദേവി, ആ ദമ്പതിമാർക്ക്, സ്വയംഭുവ ശതരൂപ ദമ്പതിമാർക്ക് 5 കുട്ടികളുണ്ടായി എന്നാണ് കഥ പറയുന്നത്. പ്രിയവർദ്ധൻ, ഉത്താനപാദൻ, ആകൂതി, ദേവഹൂതി, പ്രസൂതി. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അവരുടെ വംശപരമ്പരയെക്കുറിച്ചാണ് പിന്നീട് വിവരിക്കുന്നത്. ബ്രഹ്മാവ് അതിനു മുമ്പായിട്ട് ഛായായാ കർദ്ദമോ യജ്ഞേ, ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് സൃഷ്ടിപ്രക്രിയയിൽ ഏർപ്പെട്ടതായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് അഥവാ നിഴലിൽ നിന്നാണ് സാക്ഷാൽ കർദ്ദമ പ്രജാപതി ഉത്ഭൂതനായത്. അദ്ദേഹം ഉണ്ടായ അവസരത്തിൽ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി സന്തോഷിപ്പിച്ച് ലോകത്തിൽ സൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു കർദ്ദമനെ. കർദ്ദമൻ വനത്തിൽ പോയിട്ട് വളരെ ഭംഗിയായിട്ട് ഭഗവാനെ അങ്ങനെ സേവിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപാസനാ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ വേറെ ഒന്നിലേക്ക് പോകാൻ എന്നുള്ളതായിരിക്കുന്ന ചിന്ത തീരെയില്ല. നമുക്കൊക്കെ ഇപ്പം ഭഗവത് ഉപാസന കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേറെയും പല കാര്യങ്ങളിലേക്ക് ഏർപ്പെടേണ്ടതുണ്ടല്ലേ? എന്നും ഇവിടെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. പക്ഷേ ഇദ്ദേഹത്തിനതില്ല. ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ വേറൊരിടത്തേക്ക് പോകാൻ എന്നുള്ള ചിന്ത പോലും അദ്ദേഹത്തിനില്ല. അപ്പോൾ ഭഗവാനും അതെ, അങ്ങനെയുള്ള ഒരു പൂജ സ്വീകരിച്ചിരിക്കാൻ ഭഗവാനും എന്തൊരു സന്തോഷമാണ്, നിശ്ചയമില്ല. അതുകൊണ്ട് അനുഗ്രഹിക്കാൻ പോയില്ല ഭഗവാൻ കർദ്ദമനെ. ബ്രഹ്മാവിനായി ചിന്ത. ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം ഇവിടെ സഫലമായി തീരില്ല. അതുകൊണ്ട് എത്രയും വേഗം കർദ്ദമനെ അനുഗ്രഹിക്കണേ എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് അപേക്ഷിച്ച അവസരത്തിൽ എന്നാ ഞാൻ പോവാമെന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണി പത്മം. ഗരുഡൻ്റെ പുറത്ത് കയറി
കർദമാശ്രമത്തിലേക്ക് പോകാൻ പുറപ്പെട്ട അവസരത്തിലാണ് നാരദ മഹർഷി അവിടെ എത്തിയത്. നാരദനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഒരു നാരദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും പിടിച്ച് കയറ്റിയ ഗരുഡൻ്റെ പുറത്ത് ഇരിക്കൂ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം അങ്ങനെ എത്തിയ അവസരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. നാരദൻ ചോദിച്ചു, ഇതെന്തൊരു ഇതാണ്? അങ്ങയെ കാണാൻ വന്ന എന്നെ വാഹനത്തിൽ പിടിച്ച് കയറ്റിയിട്ട് ഏതോ ഒരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഇറക്കി ഞാൻ പോകാമെന്നും പറഞ്ഞ് ഇത് ശരിയല്ല എന്ന് നാരദ മഹർഷി പറഞ്ഞ അവസരത്തിൽ ഭഗവാൻ പറഞ്ഞു, ഒട്ടും പരിഭ്രമിക്കേണ്ട, ഞാൻ സ്മരിച്ചതുകൊണ്ടാണ് അങ്ങ് എൻ്റെ സമീപത്ത് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഇവിടെ സ്വയംഭുവനുവിൻ്റെ കൊട്ടാരമാണിത്. അവിടെ അദ്ദേഹത്തിൻ്റെ പുത്രിയായിരിക്കുന്ന ദേവഹൂതി ദേവി, അവളെ കർദമ പ്രജാപതിയിൽ അനുരക്തയാക്കി തീർക്കണം. ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. അതുകൊണ്ട് അങ്ങ് ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ ഇറക്കി. അവിടെ ചെന്നിട്ടാണ് ദേവഹൂതിയെ കർദമൻ്റെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ കർദമനിൽ അനുരക്തയാക്കി തീർത്തു ദേവഹൂതിയെ. ഭഗവാനാണെങ്കിൽ നേരിട്ട് കർദമാശ്രമത്തിൽ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയ അവസരത്തിൽ എന്നാൽ ഭഗവാനോ അദ്ദേഹം എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഭഗവാന്റെ പൂജ നടക്കുന്നൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഭഗവാൻ പോകുന്നത് തന്നെ. കർദമാശ്രമത്തിൽ കേമായിട്ടുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ളതായിരിക്കുന്ന രംഗത്തിലേക്കാണോ പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ളതായിരിക്കുന്ന മനോഭാവത്തോട് കൂടിയിട്ട് വേണം പോവാൻ, അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന അവിടേക്ക് പോയത് വെറും കൈയോടെയല്ല. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണി പത്മം. ഒരു താമരപ്പൂ കയ്യിലെടുത്തുകൊണ്ടാണ് ഭഗവാൻ പോയത്. അതവിടെ ചെന്ന് പൂജയ്ക്ക് സൗകര്യമായിട്ടാവട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ കൊണ്ടുപോയി എന്നാണ്. അവിടെ അങ്ങോട്ട് ചെന്ന അവസരത്തിൽ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് കർദമ പ്രജാപതി അവിടുന്ന് എഴുന്നേറ്റ് സ്തുതിച്ചു ഭഗവാനെ. ആ സ്തുതിയിൽ പറഞ്ഞു, അവിടുത്തെ സേവിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് ദാമ്പത്യ ജീവിതം അനുഭവിക്കണം, ഗൃഹസ്ഥാശ്രമ ജീവിതം അനുഭവിക്കണം എന്നൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു മോഹം ഇല്ലാതെയായി എന്നാണ്. ഭഗവാനെ കണ്ടതോടുകൂടിയിട്ട് മറ്റ് യാതൊന്നും എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഇല്ല. അവിടുത്തെ ദർശന സുഖം കൊണ്ട് എന്തൊരു സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാനായിക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അവിടുത്തെ ഒരുമിച്ച് ഞാനിപ്പം വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെയും നമുക്കൊരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്നാണെങ്കിൽ, ഭൗതികാശ്ച കഥം ക്ലേശ ബാധന്തേ ഹരിസംശ്രയം. ഭഗവാനെ സേവിക്കുന്ന ഒരാൾക്ക് ഭൗതികങ്ങളായിരിക്കുന്ന ദുഃഖങ്ങളൊന്നും ഒരിക്കലും ബാധിക്കില്ല എന്നാണ്. ശാരീരികമോ മാനസികമോ ആയിരിക്കുന്ന ദുഃഖങ്ങളൊന്നും ഭഗവാനെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് സേവിക്കുന്ന സന്ദർഭത്തിൽ അവരെ ബാധിക്കില്ല. കാരണം അവരുടെ മനസ്സെപ്പോഴും ഭഗവാനിൽ രമിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സ്വയംഭൂവിന് തന്നെ 71 ചതുര്യുഗ കാലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനുവിൻ്റെയൊക്കെ ഭരണകാലം. ഈ 71 ദീർഘമായിരിക്കുന്ന 71 ചതുര്യുഗ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹം ലീവ് എഴുതിയിട്ട് വിശ്രമിച്ചില്ല എന്നാണ്. എല്ലാ സന്ദർഭത്തിലും ഭരണകാര്യങ്ങൾ തന്നെ ഏർപ്പെട്ടുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് കാലത്തുള്ളതായിരിക്കുന്ന ഭരണകർത്താക്കന്മാർ എന്ന് പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീമന്നാരായണീയം.
ഇവിടെ അതുകൊണ്ട് തന്നെ കർദമ പ്രജാപതി പറയണു, എനിക്കും യാതൊരു ദുഃഖവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടും ദുഃഖമുണ്ടാകരുത്, അവിടുത്തെ ഒരുമിച്ച് തന്നെ വസിക്കാനുള്ളതായിരിക്കുന്ന ഒരു അവസരം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച അവസരത്തിലാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നെ സേവിക്കുന്ന സന്ദർഭത്തിൽ എന്താണോ മനസ്സിൽ ഉണ്ടായിരുന്നത് അത് സാധിതമാക്കിയതിന് ശേഷമേ ഞാൻ അവരെ എൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ഭട്ടതിരിപ്പാടിന് വാതരോഗപീഡിതനായിട്ട് യാതൊരു നിവൃത്തിയില്ലാണ്ടായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുക്കെ വന്ന് ശരണാഗതി അടഞ്ഞത്. അപ്പോൾ ആ വാതരോഗം മാറ്റിത്തരണേ എന്ന് അദ്ദേഹം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ ശാരീരികമായിരിക്കുന്ന രോഗം മാറ്റിത്തരണേ എന്നാവില്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്. പിന്നെയോ ആന്തരികമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന രോഗത്തിനൊരു പരിസമാപ്തി ഉണ്ടാക്കി തീർക്കണേ. മനസ്സെപ്പോഴും സന്തുഷ്ടമായി തീരണം. മനസ്സ് സന്തുഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങളൊന്നും മനസ്സിലേക്ക് അവൻ്റെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവസാനം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും പോരാ, അഗ്രേ പശ്യാമി തേജ, നേരിട്ട് ഈ മാംസചക്ഷുസ്സുകളെ കൊണ്ട് ഭഗവാന്റെ രൂപം നേരിട്ട് കാണാനുള്ളൊരവസരം അദ്ദേഹത്തിനുണ്ടായി. ഇല്ലേ ഭട്ടതിരിപ്പാടിന്? എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. ഗുരുവായൂർ ശ്രീലകത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തിരുമുന്നിൽ ആ സോപാനത്തിലവിടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് തോന്നിപ്പോൽ, പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഭഗവാന്റെ നേരെ മുന്നിലിങ്ങനെ നിന്നിട്ടേ കിഴക്കോട്ടങ്ങോട്ട് നോക്കിയാൽ മഞ്ജുളാല് വരെ അങ്ങോട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതിപ്പോഴല്ലാണ്ട് പിന്നെ പരീക്ഷിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ വരണമെങ്കിൽ 3-4 മണിക്കൂർ ആദ്യം ക്യൂ നിന്നിട്ട് വേണം ഭഗവാന്റെ മുമ്പിൽ വരാൻ. അപ്പോൾ പടിഞ്ഞാട്ട് നോക്കിയാലേ ഭഗവാനെ കാണുള്ളൂ. ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാണെങ്കിൽ നേരെ കിഴക്കോട്ട് അങ്ങോട്ട് നോക്കിയപ്പം ശരി തന്നെയാട്ടോ, മഞ്ജുളാല് വരെ ഇവിടുന്ന് ഒരു മറവില്ലാതെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ തിരക്കുകൊണ്ട് വന്ന് നടക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങോട്ട് തള്ളി. ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് പോലും ഒരു നോക്ക് കാണാൻ ഭാഗ്യം സിദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ പറയേണ്ടത്? പക്ഷേ ഒരു കാര്യമുണ്ട്, ഭഗവാനെ അങ്ങോട്ട് കണ്ടോണം എന്നില്ല എന്നാണ്. യദീക്ഷണം, ഭഗവാനെ ഇങ്ങോട്ട് കണ്ടാൽ മതി. ഈ കലികാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത്രയും കാരുണ്യവാരിധിയാണ് ഭഗവാൻ. ഇപ്പോൾ പാലക്കാട്ട് നിന്നും കോഴിക്കോട്ട് നിന്നുമൊക്കെ ബസ്സിലേക്ക് ആളെ വിളിച്ച് കയറ്റുന്ന ആൾക്കാരുണ്ട്. ഗുരുവായൂർ എന്ന് പറഞ്ഞ ബസ് കയറ്റുന്ന ആൾക്കാരുണ്ട്, വിളിച്ച് കയറ്റുന്നവർ. അവരൊക്കെ ഗുരുവായൂർ പോയിട്ട് തൊഴാനുള്ളതായിരിക്കുന്ന സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ ഇവർ ചെയ്യുന്നത്, ഈ വാഹനക്കാർ. അപ്പോൾ അവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയാറുള്ളത്, മഹാത്മാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യദീക്ഷണം, ഇനി ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറ നടക്കിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ പ്രദക്ഷിണമല്ലാതെ അപ്രദക്ഷിണമായിട്ട് തെക്ക് ഭാഗത്തു കൂടി അങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് കിഴക്കേ നടക്കലെത്തി പടിഞ്ഞാട്ട് നോക്കാതെ നേരെ അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ജീവനെ ഭഗവാൻ അങ്ങോട്ട് കണ്ടാൽ മതി എന്നാണ്. യദീക്ഷണം, അത്രയുമുണ്ട് ഈ കലികാലത്തിൽ ഭഗവാന്റെ കാരുണ്യാതിരേകം. ഭട്ടതിരിപ്പാട് പറയുകയൊക്കെ ഉണ്ടായി അസ്പഷ്ടം, അത് മുഴുവൻ ശരിയാണെന്ന് തോന്നുന്നില്ല. അസ്പഷ്ടമാവും എപ്പോൾ? വളരെ സങ്കുചിത മനോഭാവത്തോടു കൂടിയിട്ട് അവിടെ എത്തുന്ന സന്ദർഭത്തിൽ. പിന്നെ അത് വിശാലമായി തീരുന്ന അവസരത്തിലാണ് ഭഗവാനെ അങ്ങോട്ട് നേരിട്ട് അനുഭവിക്കാനായിക്കൊണ്ട് സാധിക്കുക. അതാണ് ഇവിടെ കർദമനും അനുഭവപ്പെട്ടത്. ഭഗവാൻ പറഞ്ഞു കർദമനോട്, ഇന്നേക്ക് 3-ാം ദിവസം ആഗോള ചക്രവർത്തിയായിരിക്കുന്ന സ്വയംഭൂമനു തൻ്റെ പത്നിയായിരിക്കുന്ന ശതരൂപയോടും പുത്രിയായിരിക്കുന്ന ദേവഹൂതിയോടും കൂടിയിട്ട് ഈ ആശ്രമത്തിൽ വരും. എന്നിട്ട് ആ ദേവഹൂതി അങ്ങ് സ്വീകരിക്കും. അവളിൽ അങ്ങക്ക് 9 കുട്ടികളുണ്ടാവും, പെൺകുട്ടികൾ.
ഒന്ന് ഞെട്ടിപ്പോയി അദ്ദേഹം. കർദമൻ എന്താണെന്നറിയോ, ഇതൊക്കെ എത്ര വലിയ പ്രാരബ്ധമാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ നമ്മളൊന്ന് മര്യാദയ്ക്ക് വേഷം കെട്ടിച്ച് പുറത്തിറക്കിയിട്ട് ഒരാളുടെ കൂടെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അത് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് കേട്ടാലേ ഈ അച്ഛനമ്മമാർക്കൊരു സന്തോഷമുള്ളൂ. എന്നിരിക്കെ ഇവിടെ ഇപ്പം ഉണ്ടാവുന്നത് എത്രയാണെന്നറിയോ? 9 പെൺകുട്ടികൾ ഉണ്ടാവുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. എന്താ ചെയ്യുക? ഇരു കൈകളും നീട്ടി സ്വീകരിക്കന്നെ. പക്ഷേ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. 10ാമത് ദശമനായിട്ട് ഞാൻ തന്നെ അങ്ങയുടെ ഉണ്ണിയായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞ അവസരത്തിൽ പിന്നെ 9 അല്ല 99 ഉണ്ടായാലും ഒരു വിരോധമില്ല എന്നാണ്. കാരണം ഭഗവാൻ കൂടെയുണ്ടല്ലോ. അതാണ്. അപ്പോൾ എല്ലാം ആദ്യമായിട്ട് ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിക്കുന്ന അവസരത്തിൽ എന്നും ഭഗവാൻ ആ ജീവൻ്റെ പിന്നാലെ എങ്ങനെ അനുഗമിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ ഭഗവാൻ ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഞാൻ ഇവനെ അനുഗമിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായാൽ അഹങ്കരിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ ഭഗവാൻ ശബ്ദം ഉണ്ടാക്കാതെ പൊഞ്ചിലമ്പൊക്കെ ഒന്ന് മേപ്പെട്ട് കയറ്റിയിട്ട് ആ കിങ്ങിണിയൊക്കെ ഒന്ന് കൈകൊണ്ട് മുറുക്കെ പിടിച്ചുകൊണ്ട് ശബ്ദമില്ലാതെ പിന്നാലെ അങ്ങനെ പോകും ഭക്തൻ്റെ. പൂന്താനത്തിന് അതാണല്ലോ ഉണ്ടായത്. തിങ്കൾ ഭജന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ മാസവും ഗുരുവായൂരപ്പനെ ചെന്ന് തൊഴും. ഇന്നത്തെ മാതിരി സൗകര്യമൊന്നുമില്ല കേട്ടോ. കാറിലെവിടെയാണ്ട് ഇറങ്ങാൻ തൊഴുക അങ്ങോട്ട് പോരുക, അത്രയൊന്നും അല്ല നടന്നു പോകണം ഗുരുവായൂർക്ക്. അങ്ങനെ അവിടെ ചെന്ന് വടക്കേ തീർത്ഥത്തിൽ കുളിച്ച് പൂന്താനം മുന്നിലാണ് നിന്നുകൊണ്ട് വളരെ വയ്യായുണ്ട് പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പനോട്. പിന്നെ 90 പരിവത്സരം മേ, എനിക്കിപ്പോൾ എത്ര വയസ്സായി എന്നാണ് ഭഗവാനെ അവിടത്തേക്ക് തോന്നുന്നതെന്ന് ചോദിച്ചു. എനിക്ക് 90 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം 1-ാം തീയതി സംക്രമത്തിന് എന്തേ പൂന്താനത്തിനെ കണ്ടില്ലല്ലോ എന്ന് അങ്ങ് വിചാരിക്കരുത്. അടുത്ത മാസം മുതൽ ഞാൻ ഇങ്ങോട്ടുണ്ടാവില്ല, നടക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇത് ഭഗവാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ നല്ല ആരോഗ്യം ആയുസ്സും ഒക്കെ ഉള്ള കാലത്ത് എന്നെ ഇവിടെ വന്ന് ദർശിച്ചു. അവന് വയ്യാതെയാവുന്ന അവസരത്തിൽ ഭഗവത് സപര്യയും ദർശനവും മുടക്കണോ വേണ്ടെന്നാ ഭഗവാൻ തീരുമാനിച്ചത്. അങ്ങക്ക് ഇങ്ങോട്ട് വരാൻ വയ്യെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ടാണ് പൂന്താനത്തിൻ്റെ പിന്നാലെ അങ്ങനെ പോയത് ഗുരുവായൂരപ്പൻ. അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ദിവസത്തിൽ കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് നടന്നു പോകണ്ടേ. ഗുരുവായൂരപ്പനും കാല് കഴിക്കാൻ തുടങ്ങി. നല്ല സൗകര്യം, ഒരു ഓലക്കുട ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ്ട് കയറിയിരുന്നു. പൂന്താനം അറിഞ്ഞില്ല. ഭഗവാൻ കൂടെ ഉണ്ടെന്ന് പൂന്താനവും മനസ്സിലാക്കിയില്ല. അതാണ് അസ്പഷ്ടം. ശരിക്കും ഇങ്ങോട്ട് പ്രത്യക്ഷത്തിൽ വരില്ല. വേണ്ട സമയത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രത്യക്ഷത്തിൽ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ലോകത്തിൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല എന്നാണ്. ഏതായാലും ഈ ദേവഹൂതിയെ കർദമ പ്രജാപതി സ്വീകരിച്ചു. അതൊക്കെയാണ് കഴിഞ്ഞ് സ്വയംഭവനും ശതരൂപാദേവിയും ഒക്കെ തിരിച്ചുപോയി. അവർ 3-ാം ദിവസം വന്നതായിരുന്നു. അവർ ദേവഹൂതിയോടെ ഏൽപ്പിച്ച് മടങ്ങിപ്പോയി. എന്നാൽ കർദമനും അതെ, ഒരിക്കലും വിവാഹിതനായി എന്ന് വിചാരിച്ചൊരു വിഷയസുഖങ്ങളിൽ അനുരക്തനായി തീർന്നില്ല. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് തന്നെ പുറപ്പെട്ടു. ദേവഹൂതിയോ ഒരിക്കലും കർദമനെ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയോ ഇല്ല.
ഭവാനീവ ഭവം പ്രഭും. പാർവതീദേവി എപ്രകാരം മഹാദേവനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നുവോ അതേപോലെ ഇദ്ദേഹത്തെ അങ്ങോട്ട് പരിചരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അങ്ങോട്ട് സന്തോഷിച്ചു അദ്ദേഹം ഈ ദേവഹൂതിയിൽ. എന്താ നിൻ്റെ മോഹം എന്ന് ചോദിച്ചപ്പോൾ, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന മോഹം മാത്രമേ എനിക്കുള്ളൂ, ഒരു സൽസന്തതി അടിയന് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമം വേണ്ടേ എന്ന് ചോദിച്ചു. ആദ്യം ഗൃഹം വേണം, എന്നിട്ട് വേണം ഗൃഹസ്ഥാശ്രമം നയിക്കാൻ. ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ വിവാഹിതനായി. ഏതൊരു തരത്തിലുള്ള ഗൃഹത്തിലാണ് താമസിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ മതി, ഒരു ഗൃഹം നേരെയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ അവിടെ ഒരു വിമാനം കാമകം ക്ഷത്ത തരിഹ്യേവാവിരചീകരൽ, അതിമനോഹരമായിരിക്കുന്നൊരു വിമാനം. ഭൂസ്പരിശം കൊണ്ടുണ്ടായതോട് കൂടിയിട്ടത് ഒരു 7 നില മാളികയായിട്ട് അങ്ങോട്ട് പരിണമിച്ചു. ജലത്തിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ അതൊരു കപ്പലായിട്ട് മാറും. വളരെ സന്തോഷമായി. ദേവഹൂതി ദേവി വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഇങ്ങനെയുള്ളൊരു കൊട്ടാരത്തിലല്ല, ഋഷിതുല്യമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന നമ്മൾ താമസിക്കേണ്ടത് ഒരു പർണശാലയിലാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഈ ഗൃഹത്തിന് തുല്യമായിരിക്കുന്നൊരു രൂപം നമുക്കുണ്ടാവണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് കർദമനെ അനുഗ്രഹിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആനന്ദബാഷ്പം ഒഴുകിയിട്ട് അവിടെ ഒരു ബിന്ദു സരസ് ഉണ്ടായിട്ടുണ്ട്. അതിലങ്ങോട്ട് സ്നാനം ചെയ്തതോടു കൂടിയിട്ട് ദേവഹൂതി അതിസുന്ദരിയായിട്ട് പരിണമിച്ചു. കർദമനും അതിസുന്ദരനായിട്ട് താടിയും തലയൊക്കെ പോയി വളരെ സുന്ദരനായിട്ട് അങ്ങോട്ട് പരിണമിച്ചു. അങ്ങനെ ആ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു അവർ. എന്നിട്ട് ഓരോ നന്ദനം, പുഷ്പഭദ്രം, ചൈത്രരഥ്യം തുടങ്ങിയതായിരിക്കുന്ന പല പല പ്രദേശങ്ങളിലും അവർ ഈ വിവാഹ ജീവിതം ഭംഗിയായിട്ട് ആഘോഷിച്ചു. കാലം കടന്നുപോയത് അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കതാ 9 സന്തതി ഉണ്ടാവുന്നു പെൺകുട്ടികൾ. അപ്പോഴാണ് തൻ്റെ പ്രതിജ്ഞ, സന്തതി ഉണ്ടായാൽ സന്യസിക്കുമെന്നുള്ളതായിരിക്കുന്ന പ്രതിജ്ഞ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനനുസരിച്ച് പോകാൻ പുറപ്പെട്ടപ്പോഴാണ് ഒരാൺതരിയെ കൂടി അടിയന് നൽകിയിട്ട് വേണം അവിടുന്ന് പോകാൻ എന്ന് പറഞ്ഞ അവസരത്തിലാണ് ഭഗവാന്റെ വാക്കും ഓർമ്മ വന്നു. 10ാമതായിട്ട് ഞാൻ തന്നെ അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭഗവാന്റെ എഴുന്നള്ളത്ത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ചു കാലവും കൂടിയിട്ട് വിഷയത്തിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിച്ച് ഭഗവത്പരനായിക്കൊണ്ട് ദേവഹൂതി ദേവിയും കർദമ പ്രജാപതിയും ആശ്രമത്തിൽ ഇങ്ങനെ കഴിഞ്ഞ സന്ദർഭത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ദേവഹൂതി ദേവിയിൽ ഗർഭഗതനായി, ഗർഭം പൂർണ്ണ വളർച്ചയെത്തി. കർദമ ദേവഹൂതിമാരുടെ മുന്നിൽ ഭഗവാൻ അവിടെ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ബ്രഹ്മദേവൻ അവിടെ വന്നിട്ട് അനുഗ്രഹിച്ചു. ഞാൻ ഉദ്ദേശിച്ചതിലും ക്ഷേമമായി അങ്ങയുടെ ഭഗവത് സപര്യ എന്ന് പറഞ്ഞു. കാരണം ഭഗവാനെ സേവിച്ച് സൃഷ്ടി വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഭഗവാനെ തന്നെ സ്വന്തം പുത്രനായിട്ട് നേടിയെടുത്തല്ലോ. വളരെ സന്തോഷമായി ബ്രഹ്മദേവനെ അനുഗ്രഹിച്ചു. മാത്രമല്ല ഈ 9 പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ പാകത്തിൽ 9 വരന്മാരുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ബ്രഹ്മപുത്രന്മാർ 9 പേരുണ്ട്. മരീചിരത്രങ്കിര സൗപുലസ്ത്യ പുലഹ ക്രുതു ഭൃഗുരു വസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദ. 10 ഉണ്ണികളാണ് ബ്രഹ്മാവിന്. ബ്രഹ്മാവ് ഒന്ന് ആലോചിച്ചു, 10 ആൺകുട്ടികളും വരന്മാരുണ്ട്, ഇവിടെ 9 വധുക്കളേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പരിഭ്രമിക്കേണ്ടെന്ന് പറഞ്ഞു നാരദൻ. എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ, ഞാൻ നിത്യബ്രഹ്മചാരിയായിട്ട് സഞ്ചരേമസുഖനാരദാദിവൽ ലോകത്തിൽ സഞ്ചരിച്ചോളാം, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് എന്ന് നാരദൻ പിൻവാങ്ങിയപ്പോൾ 9 മണ്ഡപത്തിൽ വെച്ച് 9 പേരുടെയും വിവാഹം ഭംഗിയായിട്ട് അങ്ങോട്ട് നടന്നു. അവരോട് കൂടിയിട്ട് ബ്രഹ്മാവ് പോയി. ഇപ്പോൾ അവിടെ എന്തായുള്ളൂ? ദേവഹൂതി ദേവിയുണ്ട്, കർദമ പ്രജാപതിയുണ്ട്, അതുപോലെ ഈ കപിലവാസുദേവരും. കർദമൻ പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ. സ്വന്തം പുത്രനായിട്ട് ഭഗവാന് കിട്ടിയിട്ടും ഗൃഹത്തിൽ നിൽക്കുന്ന അവസരത്തിൽ എപ്പോഴെങ്കിലും മനസ്സിനൊരു ചെറിയ ചാഞ്ചല്യം സംഭവിച്ചാൽ അത് ബന്ധത്തിന് കാരണമായിത്തീരും, വീണ്ടും ജന്മത്തിന് കാരണമായിത്തീരും. അതുകൊണ്ടത് വേണ്ട തീർച്ചയാക്കിയിട്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ സേവിക്കാൻ പോകുന്നു. പത്നിയെ
പുത്രനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. ഇപ്പോൾ ഭഗവാന്റെ അവതാര പ്രയോജനം തന്നെ ഭഗവത് തത്വങ്ങളെ ലോകത്തിൽ പരത്തുക എന്നുള്ളതാണ്. അത് അമ്മ വഴിക്ക് വേണം. അമ്മയെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടാം തരമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന സംശയങ്ങൾ വരുന്ന അവസരത്തിൽ ആ സംശയ നിവൃത്തിക്കായിക്കൊണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് കപിലവാസുദേവർ അവിടെ ഇങ്ങനെ ഇരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ദേവഹൂതി ദേവിക്ക് ഇത്രയും യോഗ്യനായിരിക്കുന്ന ഒരു ഭർത്താവിനെ തനിക്ക് കിട്ടിയിട്ട് ഈ സംസാരത്തിൽ നിന്ന് കരകയറാനുള്ളതായിരിക്കുന്ന ഒരു മാർഗവും താൻ അന്വേഷിച്ചില്ല, ചോദിച്ചതുമില്ല അദ്ദേഹത്തോട്. വിഷയാസക്തി മാത്രമേ ഉണ്ടായുള്ളൂ. ഇനിയിപ്പോൾ എന്തു വേണ്ടോ നിശ്ചയമില്ലാതെ അവിടെ എങ്ങനെ. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ സാമീപ്യവും പെട്ടെന്ന് ആ അമ്മയെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവിടെ ചെന്ന് ഉണ്ണിയെ പുത്രനായി ശോഭിച്ചുകൊണ്ടിരിക്കുന്നയാളും ഭഗവാനുമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്നയാളും രണ്ടും ഒരാളാണല്ലോ. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് എത്രയായിട്ടും സുഖം കണ്ടെത്താനായിക്കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഇന്ദ്രിയ തരിഷണത്തിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം എന്ന് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ഭഗവാൻ പറയുന്നത്, ഭക്തിയോഗം ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭക്തി 2-3 തരത്തിലുണ്ട് എന്നാണ്. സാത്വികം, രാജസം, താമസം, അങ്ങനെ 3 തരത്തിൽ ഭക്തിയെ. പിന്നെ ഒരു വിഭാഗം കൂടി ഉണ്ട്, നിർഗുണം. അതിൽ സാത്വിക ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനായി ജനിച്ചവനാണ്, ഭഗവാനെ സേവിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് ഭഗവാനെ സേവിക്കുന്ന ഒരു സമ്പ്രദായത്തിന് സാത്വിക ഭക്തി എന്ന് പറയാം. രാജസഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റെല്ലാവരുടെയും മുമ്പിൽ കേമനാവണം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്തയോട് കൂടിയിട്ട് എല്ലാവിധ വിഷയസുഖാനുഭവങ്ങളോടും കൂടിയിട്ട് ജീവിച്ച് അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരു ഉപാസനാ രീതി, അതാണ് രാജസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഉപാസനാ രീതി, അന്യൻ നശിക്കണം എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഭഗവാനെ സേവിക്കുക. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ നിന്നും അതുപോലെ ഭാഗവതത്തിൽ നിന്നുമൊക്കെ നാരായണീയത്തിൽ നിന്നൊക്കെ എടുക്കാൻ സാധിക്കും. ദിതീദേവി അസുരമാതാവ് ഒരു വ്രതം ശീലിച്ചു, ഭർത്താവിനെ കശ്യപനെ ആശ്രയിച്ചിട്ട്. എൻ്റെ കുട്ടികൾക്ക് സുഖമായി തീരണം, അതിനെന്താ വഴി? ദേവേന്ദ്രൻ ചാവണം, അതൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്നിട്ടാണ് കശ്യപനിൽ നിന്നൊരു വ്രതം സ്വീകരിച്ചത്. എന്നിട്ടങ്ങോട്ട് സേവിച്ചു. അത് തമോ ഗുണപ്രധാനമായിരിക്കുന്നു. കാരണം അന്യൻ്റെ അധപ്പതനം, നാശം, ഹിംസ, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന. അപ്പോൾ ഇതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്നാണെങ്കിൽ ആ തരത്തിലുള്ളതായിരിക്കുന്ന ആ മാനസികാവസ്ഥയുള്ളവർ അത് ഉപേക്ഷിച്ച് അതിൽ നിന്ന് ഉയരണം. തമോ ഗുണത്തിൽ നിന്ന് ഉയർന്ന് രാജസത്തിലേക്ക് എത്തണം, രാജസത്തിൽ നിന്ന് ഉയർന്നിട്ട് സാത്വികത്തിലേക്ക്, സാത്വികത്തിൽ നിന്നും ഉയർന്നിട്ട് നിർഗുണത്തിലേക്ക് എത്തിച്ചേരണം. നിർഗുണഭക്തിയുടെ പ്രത്യേകത എന്താണെന്നാണെങ്കിൽ ഭക്തിയെ ഉദാഹരിക്കുന്നവിടെയൊക്കെ പറയുന്നൊരു പദമുണ്ട്, യഥാ ഗംഗാംഭസോംബുധൗ. ഗംഗാപ്രവാഹം സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ എന്നാണ്. ഗംഗാനദിയിൽ എപ്പോഴും വെള്ളപ്പൊക്കമാണല്ലേ. വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ട് ഗംഗാനദിയിൽ വെള്ളപ്പൊക്കം, വർഷക്കാലത്ത് മഴ പെയ്തിട്ട് ഗംഗാനദിയിൽ വെള്ളപ്പൊക്കം. അപ്പോൾ കാല ഋതു വ്യത്യാസം എണ്ണിയെ എപ്പോഴും സമുദ്രാഭിമുഖമായിട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനൊരു അണകെട്ടി നിർത്താമെന്ന് വിചാരിച്ചാൽ തരാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ജീവിതമാകുന്ന
ഗംഗാപ്രവാഹം നമ്മുടെയൊക്കെ ജീവിതം. അത് സമുദ്രമാകുന്ന ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങോട്ട് എത്തണം. അതിന് എന്തെന്തെല്ലാം തടസ്സങ്ങളുണ്ടായും ആ തടസ്സങ്ങളൊന്നും നമുക്ക് ബാധകമാവരുത്. നേരെ ഈശ്വരനിലേക്ക് ആ മനസ്സും ബുദ്ധിയും ഒക്കെ ഈശ്വരനിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കണം. അതാണ് നിർഗുണഭക്തിക്ക് ഉദാഹരണം. അപ്പോൾ മറ്റെന്ത് ചിന്തകളുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഭക്തി ഈശ്വരപാദത്തിൽ ഉണ്ടായിത്തീരുവാൻ പ്രാർത്ഥിക്കണം. അതിനെന്താ എളുപ്പമായിരിക്കുന്ന മാർഗം? ഇത് പ്രസംഗിക്കാനൊക്കെ വലിയ എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഇത് അനുഭവത്തിൽ ഇങ്ങോട്ട് വരുത്തണ്ടേ. പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. അത് രുചിച്ചാലേ ആ മാധുര്യം എന്തായെന്ന് അറിയുള്ളൂ. ഇതേപോലെ ഈശ്വരോപാസനയുടെ എന്താ പറയുക, ആ മാധുര്യം എന്ന് തന്നെ പറയട്ടെ. അത് അനുഭവം വരണം. അത് അനുഭവം വരണമെങ്കിൽ എന്തു വേണമെന്നാണെങ്കിൽ അതിനാണ് മമ ഗുണഗണലീലാകർണനയ്യ കീർത്തനാദ്യൈർമയി സുരസരിദോഘപ്രഖ്യചിത്താനുവൃത്തി. ആ ഭഗവാന്റെ കഥകൾ തന്നെ എപ്പോഴും അനുസന്ധാനം ചെയ്തുകൊണ്ട് ഭഗവത്പാദത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അവന് ഈ പ്രകൃതിയിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞു പോരും. മനസ്സാണ് ഈ ബന്ധത്തിന് മുഴുവൻ കാരണം. നമ്മൾ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കുന്നത് കൊണ്ട് വലിയ അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കാൻ പാടില്ല. ചേതഖല്വസ്യ ബന്ധായ, മനസ്സാണ് ദുഃഖത്തിന് കാരണം. ഒരു നല്ലൊരു സുഖം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അതങ്ങോട്ട് മറന്നു കളയണം. അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വിഷയസുഖത്തിലേക്ക് ഇട്ടോ. വിഷയസുഖാനുഭവങ്ങൾ അനുഭവിക്കുന്ന അവസരത്തിൽ അത് അനുഭവിച്ച് ഉടനെ അത് ഉപേക്ഷിക്കണം. നേരെ മറിച്ച് ആധ്യാത്മിക കാര്യങ്ങളിലൂടെ മനസ്സ് വ്യാപരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അത് മറന്നു പോകരുത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ സന്ധ്യാസമയത്തുള്ളതായിരിക്കുന്ന ദീപാരാധന, ആ സച്ചിദാനന്ദ സുഗന്ധം അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അവസരത്തിലുള്ളതായിരിക്കുന്ന ഒരു ആനന്ദം, അതനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ പാടില്ല. വീണ്ടും എങ്ങനെ ഇത് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത. അപ്പോൾ അവിടെയും ഭഗവാനുമായിട്ടുള്ളതായിരിക്കുന്ന മനസ്സിൻ്റെ ആ രതി അത് നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ വേർതിരിക്കാനായിക്കൊണ്ട് സാധിക്കും. പ്രകൃതിയിൽ ഒട്ടില്ല നമ്മളുടെ മനസ്സ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ 24 തത്വങ്ങളെ കൊണ്ട്, പഞ്ചഭൂതങ്ങൾ, പൃഥിവ്യ തേജോ വായു ആകാശങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ, ശബ്ദസ്പർശരൂപ രസഗന്ധാദികൾ, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി എന്നുള്ളതായിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ വ്യാപാരം വാഗ്പാണി പാദ പായു ഉപസ്ഥം കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയങ്ങളും, പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം, ഇങ്ങനെയുള്ള 24 തത്വങ്ങൾ. ഇതൊക്കെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഇതിൻ്റെയൊക്കെ ദേവതമാരായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഭഗവാന്റെ ചൈതന്യം ശരീരത്തിലുണ്ടെങ്കിലേ പ്രകാശമുള്ളൂ. അല്ലെങ്കിൽ വലിയൊരു ഇരുട്ടാണ്, ഒന്നും പ്രകാശിക്കില്ല, ഒന്നും അനുഭവവും വരില്ല. അതിപ്പോൾ പ്രത്യക്ഷമായി നമുക്കുണ്ട്, അനുഭവപ്പെട്ടു. ഏതായാലും ആ ചിത്തജ്ഞനായിരിക്കുന്ന ഭഗവാനെ സദാ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ ഒരിക്കലും മനസ്സിലേക്ക് വിഷയസുഖാദികൾ കയറില്ല എന്ന് പ്രത്യേകം ദേവഹൂതി ദേവി എങ്ങനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ടാണ് ഭഗവാന്റെ ധ്യാനയോഗത്തെക്കുറിച്ച്, അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപം, സൗന്ദര്യ ധോരണി കലർന്നുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപം, ഈ പുരുഷ ഈശ്വരന്മാരുടെയൊക്കെ സ്വരൂപം വർണ്ണിക്കുമ്പോൾ കേശാദിപാദം അങ്ങനെയാണ്.
ഭഗവതിമാരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാദാദികേശം, അങ്ങനെയാണ് വർണ്ണിച്ച് കേട്ടുള്ള ശങ്കരാചാര്യസ്വാമികളൊക്കെ. ഏതായാലും ഇവിടെ ഭഗവാന്റെ കേശാദിപാദമാണ് വർണ്ണിക്കുന്നത്. അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ തിരുമുടി, അതുപോലെ പഞ്ചമിചന്ദ്രനെ പോലും തോൽപ്പിക്കുന്നതായിരിക്കുന്ന ഫാലപ്രദേശം, അതിൽ കസ്തൂരി കൊണ്ടൊരു ഗോപിക്കുരി, നടുക്ക് ഗോരോചനം കൊണ്ടൊരു പൊട്ടങ്ങനെ തൊട്ടിട്ടുണ്ട്. ഈ ലോകത്തെ മുഴുവൻ തൻ്റെ വെറും ചില്ലീലതകളുടെ ചലനം ഹേതുവായിട്ട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് സംഹരിക്കുന്നതായിരിക്കുന്ന ആ ചില്ലീലതകൾ, കാരുണ്യം കവിഞ്ഞൊഴുകുന്നതായിരിക്കുന്ന ഭഗവാന്റെ ആ തൃക്കണ്ണുകൾ, എൽസുമത്തേക്കാൾ മനോഹരമായിരിക്കുന്ന ഉയർന്ന തിരുനാസിക, പാൽപ്പുഞ്ചിരി വിടരുന്നതായിരിക്കുന്ന തൂമന്തഹാസം തൂകുന്നതായിരിക്കുന്ന ഭഗവാന്റെ മുഖാരവിന്ദം, അതിമനോഹരമായിരിക്കുന്ന കവിൾത്തടം, ശംഖിനേക്കാൾ മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ തൃക്കഴുത്ത്, വിരിഞ്ഞ മാർവിടം, കൗസ്തുഭരത്നം, അതുപോലെ വനമാലകൾ ധാരാളം ധരിച്ചിട്ടുണ്ട്, അനേകം ആഭരണങ്ങൾ, ഇടുങ്ങിയതായിരിക്കുന്ന അരക്കെട്ട്, ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ ആസ്പദമായിരിക്കുന്ന ഭഗവാന്റെ ഉദരം, അവിടെ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിസ്ഥാനം, ഭക്തന്മാർക്ക് എന്ത് അഭീഷ്ടങ്ങളും വാരിക്കോരി വർഷിക്കുന്നതായിരിക്കുന്ന ആ പുരുഷാർത്ഥങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഭഗവാന്റെ തിരുമുട്ടുകൾ, ഭക്തന്മാരുടെ മുട്ട് മുഴുവൻ അകറ്റുന്നതായിരിക്കുന്ന ആ തിരുമുട്ടുകൾ, പിന്നെ ഭഗവാന്റെ ആ തൃപ്പാദാരവിന്ദം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപം, കേശാദിപാദം, അത് കഴിഞ്ഞാൽ പാദാദികേശം, അനുലോമമായിട്ടും പ്രതിലോമമായിട്ടും അതിങ്ങനെ എപ്പോഴും സ്മരിച്ച് കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കുറഞ്ഞ സമയമൊക്കെ വേണമെങ്കിൽ, ഇപ്പം ഞാനിതിവിടെ എൻ്റെ വളരെ പരിമിതമായിരിക്കുന്ന വാക്കുകളിലൂടെ ഇങ്ങനെ വിവരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ആരുടെയും മനസ്സ് അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടോ ആരുടെയെങ്കിലും മനസ്സ്? കാരണം എന്താ ഞാനത് പറയാൻ കാരണം വെച്ചാൽ, എൻ്റെ മനസ്സും വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമുക്ക് ആ സ്വരൂപം ഹൃദയത്തിലെങ്ങനെ ഓർമ്മിക്കാൻ സാധിക്കണം എന്നൊക്കെ അമ്മയെ പറഞ്ഞെങ്ങനെ ബോധിപ്പിച്ചു. അമ്മ ഇതൊക്കെ അനുഭവമായോ എന്ന് ചോദിച്ചു. ഉവ്വ് എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പം മറ്റൊന്നാണ് ഒരു സംശയം. ഈ ലോകം മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ സാക്ഷാൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാരുണ്യമാണ്. അതിൻ്റെ മുമ്പിൽ എനിക്ക് മറ്റൊന്നും സമർപ്പിക്കാനായി കൊണ്ടില്ല. അവിടുത്തെ പാദങ്ങളിൽ തന്നെ നമസ്കരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണോ എന്ത്? ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീ. അവിടുത്തെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ളത് എന്നും അങ്ങയുടെ ഈ അതിമനോഹര സ്വരൂപത്തിൽ നിന്ന് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും മനസ്സ് പതറി മാറരുത്. അതിനു വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന രാഗാദി രോഗങ്ങളെയും നശിപ്പിച്ച് ഗുരുഭവനപുരേശ ത്വയ്യുപാധസ്വഭക്തിം, അങ്ങയുടെ പാദത്തിൽ ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവഹൂതി ദേവി നമസ്കരിക്കണു ഭഗവാനെ. പുത്രനായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ ഒന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹം ഒന്ന് മാറി നിന്നു. അമ്മയൊന്ന് പരീക്ഷിക്കുകയാണ്. ഇത്ര നേരം ഇവിടെ ഇരുന്ന് കണ്ഠക്ഷോഭം ചെയ്തത് അമ്മയ്ക്ക് വല്ലതും അനുഭവം വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് മാറി നിന്നു. അമ്മ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുത്രനെ കണ്ടില്ല. പക്ഷെ ഒട്ടും സങ്കടം വന്നില്ല. അവിടെ ഇങ്ങോട്ടിരുന്ന് കണ്ണടച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ അങ്ങനെ പൊന്തി വന്നു. ഭഗവാന്റെ ആ സ്വരൂപവും ഹൃദയത്തിലങ്ങനെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ ഹാസംഹരേരവനതാഖില ലോകതീവ്രശോകാശ്രുസാഗര വിശോഷണമത്യുദാരം, എല്ലാ ദുഃഖങ്ങളും അകറ്റുന്നതായിരിക്കുന്ന ഭഗവാന്റെ ആ മന്ദഹാസം ഹൃദയത്തിലങ്ങനെ വന്നു. അങ്ങനെ ഭഗവാനുമായിട്ട് അങ്ങോട്ട് ഐക്യത്തെ പ്രാപിച്ചു.
ആ ദേവഹൂതി ദേഹം ഒരു ദിവ്യ നദിയായിട്ടൊഴുകിയെന്നാണ് പറയുന്നത്. സിദ്ധപദം എന്നുള്ളതായിരിക്കുന്ന നദിയായിട്ടൊഴുകണു. മഹാത്മാക്കൾ സിദ്ധി കൈവരിക്കാൻ അവിടെ വരണു. അമ്മയുടെ ഈ സൽഗതിയെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനും ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം, ഇന്നും ഭഗവാൻ ഇതാ ശോഭിച്ചുകൊണ്ടിരിക്കണോ എന്നൊക്കെ വിവരിച്ചുകൊണ്ടാണ് ആ കഥ ഭഗവത്പാദങ്ങളിൽ ഭട്ടതിരിപ്പാട് സമർപ്പിച്ചത്. നമുക്കും ഭഗവാന്റെ ജഗദംബികയുടെ സന്തോഷത്തിനായിക്കൊണ്ട് ഇത് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. മാത്രമല്ല ആദ്യം അനുസ്മരിച്ച പോലെ ശ്രീകൃഷ്ണാംഘിസലോജ ഹംസനികരൈ സാഗം തദീയാം കഥാമാസേവേ, ശ്രീകൃഷ്ണ പാദഭക്തരുമൊത്ത് ഇങ്ങനെ ഭഗവത് കഥകൾ അനുസ്മരിക്കാനുള്ളതായിരിക്കുന്ന ഒരവസരം ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ആ ഭഗവത് പാദത്തിൽ നമസ്കരിക്കാം. ഈ ചുരുങ്ങിയ വാക്കുകൾ സജ്ജന സമക്ഷം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.